ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഒരു ചെടിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോട്ട് കാണാൻ പറ്റാത്ത അത്ര ഭംഗിയിൽ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ഈ പ്ലാന്റിന്റെ പേര് പെഡിലാന്തസ് കേളി പിങ്ക് എന്നാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നതിന്റെ കൂട്ടത്തിൽ ഇത് നമുക്ക് വളർത്താം. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. നമ്മൾ സാധാരണ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. ഇതിന്റെ പോട്ടി മിക്സർ ആയാലും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ ആയാലും വളരെ എളുപ്പമാണ്. പലർക്കും അത് അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. ഈ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അത് പലർക്കും അറിഞ്ഞുകൂടാ. ഈ പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റെം കട്ട് ചെയ്ത് നമ്മൾ സാധാരണ ഗാർഡൻ സോയിൽ, വേറെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ചേർക്കാത്ത സാധാരണ ഗാർഡൻ സോയിൽ ഊന്നി വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത തൈകളാണ് നിങ്ങൾ ഈ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ. അത്യാവശ്യം കുറച്ച് വളർന്നിട്ടുമുണ്ട്. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിൽ നമ്മൾ യാതൊരു ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ സാധാരണ ഗാർഡൻ സോയിലാണ് ഇത് നട്ടു വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് പെഡിലാന്തസ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റി ആണ്. ഇതിന് കേളി പിങ്ക് എന്നാണ് പറയുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതിനങ്ങനെ പേര് വരാൻ കാരണം ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിന്റെ ലീവ്സിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതിന് കേളി പിങ്ക് എന്ന് പേര് വരാൻ കാരണം. അതേസമയം ഇതും പെഡിലാന്തസ് പ്ലാന്റിൽ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷെ ഇതിന്റെ ലീവ്സിൽ പിങ്ക് കളറൊന്നും വരുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട കേളി പിങ്കിന്റെ ലീവ്സിന്റെ അത്ര വലുപ്പവും ഇതിന് വരുന്നില്ല. അതിനെക്കാട്ടി കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്. കാരണം ചെറിയ ഇലയുമാണ്, നന്നായിട്ട് അടുങ്ങിയാണ് ഇത് കാണുന്നത്. ഇതും പെഡിലാന്തസ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ഇനി ഈ പ്ലാന്റിന്റെ പോട്ടിംഗ് മിക്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേര് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്ലാന്റിനെ നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സറിൽ വേണം നട്ടു കൊടുക്കാനായിട്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൊക്കോ പീറ്റും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ പോട്ടി മിക്സറിൽ നന്നായിട്ട് നമുക്ക് ഈ പ്ലാന്റ് വളർന്നു കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് NPK നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. NPK വാങ്ങി നമ്മൾ എന്ത് ചെയ്യും, ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. ഇപ്പൊ നഴ്സറികളിലൊക്കെ പ്ലാന്റ്സിൽ അവർ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ അത് തന്നെയാണ്. ഇപ്പൊ ചില ആൾക്കാർ ഇതേപോലെ നമ്മൾ നല്ല വിലയൊക്കെ കൊടുത്ത് ഈ പ്ലാന്റ് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് നടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇത് കേടായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുത്താലും ഈ നഴ്സറികളിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഈ NPK എന്ന് പറയുന്ന ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന പ്ലാന്റ്സ് നശിച്ചു പോകും. അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പം നിങ്ങൾ നഴ്സറികളിൽ നിന്നാണ് ഈ പ്ലാന്റ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായും ആ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിന് നമ്മൾ നനച്ചു കൊടുക്കണം. തീരെ വെള്ളം ഒഴിക്കാതിരുന്നാലും ഇത് നമ്മൾ ചീത്തയായി പോകും. വെള്ളം പോട്ടിൽ കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ടിൽ ഇത് നടാൻ ശ്രമിക്കുക. കാരണം വെള്ളം കെട്ടി നിന്നാലും ഈ പ്ലാന്റ് എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ പെഡിലാന്തസ് പ്ലാന്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അപ്പൊ പുതിയൊരു ചെടിയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.